നമസ്കാരം. लोग कहते हैं एआई, सुना होगा आपने एआई, सुना? यहाँ पे अभी जो समिट हुआ था, सुना आपने? हाँ, कर दिया काम यूथ कांग्रेस वालों ने. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ്, ഉത്തരേന്ത്യക്കാർ പപ്പു എന്ന് വിളിക്കുന്ന പ്രതിപക്ഷ നേതാവ്, അയാൾ വെറും പപ്പു അല്ല, കറ തീർന്ന ക്രിമിനലാണ് എന്നതാ ഇതിൽ കൂടി വീണ്ടും വീണ്ടും തെളിയുകയാണ്. ഇയാൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുകയാണല്ലോ എന്നോർത്ത് ഓരോ രാജ്യസ്നേഹിയും തല കുനിക്കണം. അത് നമ്മുടെ ഗതികേടാണ്. എന്താണ് ഈ രാഷ്ട്രീയത്തിലെ പരമ മോൻ പറഞ്ഞു വെച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യം ഒരു AI സമ്മിറ്റ് നടത്തിയിരുന്നു ഡൽഹിയിൽ. നിരവധി വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളൊക്കെ പങ്കെടുത്തതാണ്. അവിടെ തുടക്കത്തിൽ ചില കല്ലുകടികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോദി സർക്കാരിനോടുള്ള, അത് മറ്റൊരു വിഷയത്തിലുള്ള പ്രതിഷേധം കാണിക്കാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ ചെന്ന് അലമ്പുണ്ടാക്കുകയും തുണി ഉരിഞ്ഞ് പ്രതിഷേധിക്കുകയും ചെയ്തു. അന്ന് അതിനെതിരെ വലിയ വിവാദമുണ്ടായതാണ്. ഇന്ത്യ മുന്നണിയിലെ നിരവധി സഖ്യകക്ഷികൾ അത് ശരിയല്ല എന്ന തരത്തിൽ വിമർശിച്ചതാണ്. യൂത്ത് കോൺഗ്രസ് ശരിക്കും അത് പ്രതിരോധത്തിലായതാണ്. അവരെ പ്രതിരോധിക്കാൻ അന്നത്തെ കോൺഗ്രസ്സുകാർ പോലും വന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ആ യൂത്ത് കോൺഗ്രസ് ചെയ്തത് ശരിയാണ് എന്ന് അങ്ങേയറ്റം മ്ലേച്ഛമായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജോടുകൂടി രാഹുൽ ഗാന്ധി എന്ന ഈ പരമ മോൻ പറഞ്ഞു വെക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അയാളുടെ ശരീരഭാഷയിലുണ്ട് അയാൾ എത്രമാത്രം വൃത്തികെട്ടവനാണെന്ന്. ഞാൻ ഇന്നുവരെയും പറയാത്ത രീതിയിലുള്ളൊരു കമൻറ്റാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈയുടെ അപ്പൻ രാജീവ് ഗാന്ധി എന്ന ഈയുടെ തന്ത, അയാളുടെ അമ്മ ഇന്ദിരാഗാന്ധി, ഇവർ രണ്ടുപേരും സാധാരണ മരണമേ ആയിരുന്നില്ല, പെടുമരണം. അതിൽ രാജീവ് ഗാന്ധിയുടെ മുഖം തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. തകർന്ന് തരിപ്പണമാക്കി കളഞ്ഞു തമിഴ് പുലികൾ. ഇന്ദിരാഗാന്ധിയെ സ്വന്തം അംഗരക്ഷകർ തന്നെയാണ് വെടിവെച്ച് കൊന്നത്. എങ്ങനെ സംഭവിക്കാതിരിക്കും? ഇതുപോലുള്ള ഒരെണ്ണം കുടുംബത്ത് ജനിച്ചാൽ മതി. അങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതുപോലുള്ള നാറികളെയൊന്നും നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ല. ചാണക്യ സൂത്രം എന്നൊക്കെ പറയുന്ന ഒരു തന്ത്രമുണ്ട്. ഒരു കുടുംബത്തിന് വേണ്ടി ഒരു അംഗത്തെയും, ഒരു ഗ്രാമത്തിന് വേണ്ടി ഒരു കുടുംബത്തെയും, ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ഗ്രാമത്തെ വരെ ബലി കൊടുക്കാം. അതിൽ ഒട്ടും തെറ്റില്ല എന്നാണ്. അതായത് ഒരു കുടുംബം നശിപ്പിക്കാൻ ഒരെണ്ണം മതി. അപ്പോൾ ആ കുടുംബം നന്നായിട്ട് പോകണമെങ്കിൽ അവനെ ഇല്ലാതാക്കണമെങ്കിൽ അങ്ങ് ഇല്ലാതാക്കണം. ഇനി ഒരു ഗ്രാമം നന്നായിട്ട് പോകണമെങ്കിൽ ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കണമെങ്കിൽ അതങ്ങ് ചെയ്യണം. ഒരു രാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ ഒരു ഗ്രാമത്തെ പോലും ബലി കഴിക്കാം എന്നാണ് ചാണക്യൻ പറയുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലുള്ളവർക്ക് നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ പാതകമാണ്. ഇതുപോലുള്ള ഒരുത്തൻ അവിടെ ഉണ്ടായിപ്പോയത് കൊണ്ട് മാത്രമായിരിക്കാം ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കുമൊക്കെ പെടുമരണം സംഭവിച്ചത്. അത്രയും വൃത്തികെട്ടവനാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ പപ്പു ഒന്നുമല്ല അയാളെ അങ്ങനെ പപ്പു എന്നൊക്കെ പറഞ്ഞ് വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ഒന്നും ചെയ്യരുത്. അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് അയാളുടെ സ്വന്തം തന്ത ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അങ്ങേരെ കൂടെ വിറ്റേനെ. അതിന് മടിക്കാത്ത പരമ മോനാണ് അവൻ. യൂത്ത് കോൺഗ്രസ് ചെയ്തത് എന്തോ വലിയ ആനക്കാര്യമാണ് എന്ന തരത്തിൽ അയാളുടെ ശരീരഭാഷ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് രാഷ്ട്രീയമായിട്ട് പല എതിർപ്പുകളും കാണും. പക്ഷേ ഒരു അന്താരാഷ്ട്ര മീറ്റ് നടക്കുമ്പോൾ അവിടെ പോയി തുണി ഇരിഞ്ഞല്ല പ്രതിഷേധിക്കേണ്ടത്. അതിന് പച്ച മലയാളത്തിൽ പിതൃശൂന്യത എന്ന് പറയണം, അതിൻ്റെ മലയാളം ഉപയോഗിക്കണം. അതാണ് ചെയ്തു വെച്ചത്. അവരെ പ്രകീർത്തിച്ചുകൊണ്ട് നിൽക്കുന്നവനും ആ ഗണത്തിൽപ്പെട്ടവൻ തന്നെയാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇവൻ്റെ തന്തയും തന്തയുടെ തള്ളയുമൊക്കെ പെടുമരണമായിരുന്നു. സ്വാഭാവികമായിട്ടുള്ള മരണമേ ആയിരുന്നില്ല. അതിൻ്റെ കാരണം ഇതുപോലെ ഒരുത്തൻ്റെ കാല് ആ കുടുംബത്തിൽ പതിഞ്ഞുകൊണ്ട് മാത്രമായിരിക്കണം. അത്രയും വൃത്തികെട്ടവനാണ് ഈ രാഹുൽ ഗാന്ധി എന്ന ഈ പരമ മോൻ.